ഈ വലിയൊരു മാൻഡേറ്റ് ആണ് കേരളം ഇപ്പോൾ UDF തന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത്. അത് കോൺഗ്രസിന് ഇന്നോളം ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഈ മാൻഡേറ്റ് കുറെ ഉത്തരവാദിത്വവും ഏൽപ്പിക്കുന്നു. വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു കാര്യം ഉണ്ടാവേണ്ടത്, 2001 ഒരു സ്വതന്ത്രനുൾപ്പെടെ 100 സീറ്റ് UDF ജയിച്ചു. ഞാൻ KPC പ്രസിഡന്റായി, ആന്റണി മുഖ്യമന്ത്രി. അന്ന് സത്യത്തിൽ ആ ഇക്വേഷൻ നന്നായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു ഭരണ തുടർച്ച കേരളത്തിലുണ്ടാവില്ല. അന്ന് ശ്രീമാൻ ആന്റണി പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കണം. അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നും പറഞ്ഞില്ല, എനിക്ക് ഇത്തവണ ഒരു കാലാവധി പൂർത്തിയാക്കണം. ഇതിപ്പോൾ 3ാമത്തെ ടേമാണ്, 2 തവണ പകരക്കാരനായിട്ട് വന്നതാണ്. ഇതൊരു കാലാവധി പൂർത്തിയാക്കണം, നമുക്കൊരു ടീമായിട്ട് നീങ്ങണം. ഇത് കഴിഞ്ഞാൽ ഞാൻ മാറും, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോഴുള്ളവർ, അതാണ് നിങ്ങളെപ്പോഴുള്ളവരാണ് ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത്. അതാണ് പിൻഗാമിയായിട്ട് ആന്റണി അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ AK ആന്റണി പറഞ്ഞത്. ഈ 5 വർഷം നമുക്ക് ഇതേ രീതിയിൽ മുന്നോട്ട് പോകാം, അതിനുശേഷം ഭാവി കാര്യങ്ങൾ നിങ്ങൾക്കാണ്. ഞാൻ പിന്നെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ മാറും. ഈ കേരളം കണ്ടതിൽ ഏറ്റവും നല്ല ഒരു കോൺഗ്രസിലെ കോംബോ ആയിരുന്നു KPCC അധ്യക്ഷനായി K മുരളീധരനും മുഖ്യമന്ത്രിയായി AK ആന്റണിയും. ഒരുപക്ഷെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ അങ്ങേ അറ്റത്തു നിൽക്കുന്ന സമയമാണത്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായെയും ഒരു മാധ്യമത്തിലും വാർത്തയാകാത്തൊരു കാലഘട്ടമായിരുന്നു. പിന്നീട് അതിനുശേഷം അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇല്ല 2001 അത് പിന്നെ തമ്മിൽ തല്ലി കളഞ്ഞു. അതിൻ്റെ ക്ഷീണം 15 വർഷം അനുഭവിച്ചു ഞാൻ. 15 വർഷം, അതിനിടയ്ക്ക് 5 വർഷത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഭൂരിപക്ഷം ബ്രിമ്മിൽ. ആദ്യമായി കോൺഗ്രസ് മുഖ്യമന്ത്രിയായി വന്ന നിയമസഭയിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്ത്, CPM 1ാമത്തെ കക്ഷി. ഒരു ഇലക്ഷന് മുമ്പുള്ളൊരു സഖ്യമായതുകൊണ്ട് മാത്രമാണ് ഗവർണർ വിശ്വാസ വോട്ട് തേടണം എന്ന് പറയാതിരുന്നത്. 45ഓളം സീറ്റുകൾ CPM-നും 39 സീറ്റ് കോൺഗ്രസിലാണ്. ലീഗിന് സീറ്റ് കൂടുതലുള്ള, ലീഗിന് 20 സീറ്റ്. അപ്പോൾ ആ ഒരു അനുഭവം, അതായത് K കരുണാകരൻ ആന്റണിക്കും ശേഷം 1ാം സ്ഥാനത്ത് വന്നിട്ടില്ല. ഇത്തവണ ഏതാണ്ട് 960 ഒരു സ്റ്റേജിലേക്ക് പോയി. ഇത്തവണ 63. അപ്പോൾ കഴിഞ്ഞ അബദ്ധങ്ങൾ ആവർത്തിക്കാതെ തീർച്ചയായിട്ടും ഒരു ടീം UDF ആയിട്ട് മുന്നോട്ട് പോയാൽ ഇനി ഭാവി UDF-ൻ്റെ കയ്യിലാണ്. അതല്ല, വീണ്ടും പഴയത് ആവർത്തിച്ചാൽ പിന്നെ ഈ പിക്ചറിൽ തന്നെ നമ്മൾ ഉണ്ടാവില്ല.